DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പാചകത്തിന് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ ഇന്നു മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. മധ്യപൂർവേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് LPG വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുടെ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. 50,000-ലധികം LPG സിലിണ്ടറുകളാണ് രാജ്യത്ത് ഇതുവരെ റെയ്ഡുകളിലൂടെ പിടിച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും LPG വിതരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. വിപണിയിലെ നിയന്ത്രണങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കേരളത്തിലെ വിവിധ തലങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ഇതുവരെ 322 സിലിണ്ടറുകൾ പിടിച്ചെടുത്തതായി സിവിൽ സപ്ലൈസ് കമ്മീഷണർ K. ഹിമ അറിയിച്ചു. കേരളത്തിലെ വിവിധ താലൂക്കുകളിലായി 1113 ഗ്യാസ് ഏജൻസികളിൽ പരിശോധന പൂർത്തിയാക്കി. ഹോട്ടലുകളിൽ നിന്നും ഏജൻസികളിൽ നിന്നുമായി 251 അനധികൃത സിലിണ്ടറുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തെ അടുക്കളയിൽ വലിയൊരു മാറ്റത്തിന് കേന്ദ്ര സർക്കാർ തുടക്കമിടുകയാണ്. രാജ്യത്ത് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈനുകളെത്തിയ പ്രദേശങ്ങളിൽ ഇനി മുതൽ LPG സിലിണ്ടറുകളുടെ വിതരണം പൂർണ്ണമായും അവസാനിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലക്കയറ്റവും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ മൂലം LPG ഇറക്കുമതിയിൽ നേരിടുന്ന വെല്ലുവിളികളും കണക്കിലെടുത്താണ് ഈ കർശന നീക്കം. 2026-ലെ പുതുക്കിയ പെട്രോളിയം പ്രകൃതിവാതക നയപ്രകാരം പൈപ്പ് ലൈൻ സൗകര്യം ലഭ്യമായിട്ടും അത് ഉപയോഗിക്കാത്തവർക്ക് ഇനി സിലിണ്ടറുകൾ ലഭിക്കില്ല. പുതിയ ഉത്തരവ് പ്രകാരം നിങ്ങളുടെ പ്രദേശത്ത് PNG കണക്ഷൻ ലഭ്യമാണെങ്കിൽ ഗ്യാസ് കമ്പനികൾ നിങ്ങൾക്ക് ഔദ്യോഗികമായി അറിയിപ്പ് നൽകും. ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ കൃത്യം 3 മാസത്തിനുള്ളിൽ നിങ്ങൾ PNG കണക്ഷനിലേക്ക് മാറിയിരിക്കണം. ഈ സമയപരിധി കഴിഞ്ഞാൽ ആ ഉപഭോക്താവിന്റെ LPG കണക്ഷൻ റദ്ദാക്കപ്പെടുകയും സിലിണ്ടർ വിതരണം നിർത്തുകയും ചെയ്യും. പൈപ്പ് ഗ്യാസ് സംവിധാനം കാര്യക്ഷമമാക്കാനും ഇറക്കുമതി ചെയ്യുന്ന ചിലവേറിയ ഇന്ധനത്തിന് പകരമായി ആഭ്യന്തര പ്രകൃതിവാതക ഉപയോഗം വർദ്ധിപ്പിക്കാനുമാണ് ഇതിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ പ്രദേശത്തെ ഗ്യാസ് കമ്പനിയുടെ വെബ്സൈറ്റിലോ ആപ്പിലോ കയറി അപേക്ഷിക്കാം. വെബ്സൈറ്റിലെ ന്യൂ കണക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര്, വിലാസം, ഫോൺ നമ്പർ എന്നിവ നൽകുക. ആധാർ കാർഡിന്റെയും വീട്ടുനികുതി രസീതിന്റെയോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായി അടക്കുക. LPG സിലിണ്ടറുകളെ അപേക്ഷിച്ച് ഉപഭോക്താക്കൾക്ക് സാമ്പത്തികമായും സുരക്ഷാപരമായും നിരവധി നേട്ടങ്ങൾ PNG നൽകുന്നുണ്ട്. സാധാരണ സബ്സിഡിയില്ലാത്ത LPG സിലിണ്ടറുകളെ അപേക്ഷിച്ച് 20 മുതൽ 30% വരെ കുറഞ്ഞ ചിലവിൽ PNG ലഭ്യമാകും. ഇതൊരു ശരാശരി കുടുംബത്തിന് വലിയൊരു തുക ലാഭിക്കാൻ സഹായിക്കും. അതുപോലെ സിലിണ്ടർ ബുക്ക് ചെയ്യാനോ അത് വീട്ടിലെത്താൻ കാത്തിരിക്കാനോ ഉള്ള ബുദ്ധിമുട്ടിന് വേണ്ട. പൈപ്പ് വഴി 24 മണിക്കൂറും പാചകവാതകം ലഭ്യമാകും. വായുവിനേക്കാൾ ഭാരം കുറഞ്ഞതാണ് PNG. അതിനാൽ അപ്രതീക്ഷിതമായി ചോർച്ചയുണ്ടായാൽ അത് വേഗത്തിൽ അന്തരീക്ഷത്തിൽ കലർന്നു പോകും. ഇത് വലിയ സ്ഫോടനങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മറ്റൊരു നേട്ടം മുൻകൂറായി പണം അടയ്ക്കേണ്ടതില്ല എന്നതാണ്. വൈദ്യുതി ബില്ല് പോലെ മാസം എത്ര ഗ്യാസ് ഉപയോഗിച്ചോ അതിനു മാത്രം പണം നൽകിയാൽ മതി. പൈപ്പ് ലൈൻ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ ഹൗസിംഗ് സൊസൈറ്റികൾക്കും വില്ല അസോസിയേഷനുകൾക്കും സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൈപ്പ് ലൈൻ കമ്പനികൾ അനുമതി തേടിയാൽ 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെട്ട അധികൃതർ അനുമതി നൽകണം. അല്ലാത്തപക്ഷം അത് ഡീംസ് പെർമിഷനായി കണക്കാക്കി പ്രവൃത്തി തുടങ്ങാൻ കമ്പനികൾക്ക് അവകാശമുണ്ടാകും. നഗരങ്ങളിലെ ഫ്ളാറ്റുകളിലും വില്ലകളിലും കണക്ഷൻ നൽകുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കാനാണ് നിർദ്ദേശം. നഗരപ്രദേശങ്ങളിൽ PNG വ്യാപകമാക്കുന്നതിലൂടെ മിച്ചം വരുന്ന LPG സിലിണ്ടറുകൾ പൈപ്പ് ലൈൻ സൗകര്യം ഒട്ടുമെത്താത്ത ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ പദ്ധതിയെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. പാചകവാതക സബ്സിഡി ഭാരം കുറയ്ക്കാനും ഇന്ധന സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള ഇന്ത്യയുടെ നീക്കത്തിൽ നിങ്ങളുടെ പങ്കാളിത്തവും ഇനി അനിവാര്യമാണ്. പൈപ്പ് ലൈൻ സൗകര്യം നിങ്ങളുടെ പടിക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ താമസിയാതെ തന്നെ PNGയിലേക്ക് മാറാൻ തയ്യാറെടുക്കുക. ഈ മാറ്റം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറക്കാനിടയുണ്ട്. സിലിണ്ടറുകൾക്ക് പകരം പൈപ്പ് ലൈൻ എത്രത്തോളം പ്രായോഗികമാണെന്ന ആശങ്ക പലർക്കുമുണ്ട്. എന്നാൽ ലോകത്തെ വികസിത രാജ്യങ്ങളിലെല്ലാം പൈപ്പ്ഡ് ഗ്യാസ് രീതിയാണ് പിന്തുടരുന്നതെന്നും ഇന്ത്യയും ആ പാതയിലേക്ക് മാറണമെന്നുമാണ് സർക്കാരിന്റെ വാദം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.